ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് ഓക്സിലറി കേബിളാണ്. അതായത് നമ്മൾ സാധാ വാങ്ങിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, അതിൻ്റെ തന്നെ നമ്മൾ ഹെഡ്സെറ്റ് റിമൂവ് ചെയ്തിട്ട് ഓക്സിലറി കേബിൾ കൊടുക്കുന്ന ഒരു നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് എൻ്റെ കയ്യിലിരുന്നാണ് പഴയത്, അതെല്ലാം നമ്മൾ പുതിയത് കൊടുക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ആദ്യമേ വേണ്ടത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് വേണ്ടത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ബ്ലൂടൂത്തിൻ്റെയാണ്, ഒരു പഴയത് ഇട്ടിരുന്നതാണ്. ഇത് ഓണാവുന്നതാണ്. ഒന്ന് വർക്ക് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ ഓണാക്കുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ വരും, കണ്ടോ, ഓണായിട്ടുണ്ട്. അപ്പോൾ നല്ല സാധനമാണ്. ഇവിടെ ചാർജ് ചെയ്യാനായിട്ടുള്ള പോർട്ടും ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ഓക്സിലറി കേബിളിൻ്റെ ഒരു മെയിൽ പോർട്ട് വേണം. മെയിലിൻ്റെ പിന്ന് അത് ശകലം വയറിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വയർ കണക്ട് ചെയ്യാനാണ്, നമ്മൾ വാങ്ങിച്ചാണ് ഇത്. നമ്മൾ വയർ കണക്ട് ചെയ്തെടുത്താണ് ഇത്. നമുക്ക് തന്നെ ഓക്സ് കേബിൾ ഹെഡ്സെറ്റിൻ്റെ പിന്ന് വരുന്നൊരു പിന്നോട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വയർ കണക്ട് ചെയ്തെടുക്കുന്നതാണ്. ഊരി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത്, നമുക്കിനി അഴിച്ച് ഈ ഹെഡ്സെറ്റ് അഴിച്ചിട്ട് ഇതിൻ്റെ ഹെഡ്സെറ്റിലേക്കുള്ള 2 വയറും നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ബോഡി മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് അത് അഴിച്ച് മാറ്റാം. നമുക്കൊന്ന് ജസ്റ്റ് തുറന്നെടുക്കാം. അപ്പോൾ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വലിച്ച് തുറന്നാൽ മതി. ജസ്റ്റ് തുറന്നിട്ട് നമ്മുടെ ബോർഡ് ഇങ്ങനെ ഊരിയെടുക്കുക. ബോർഡ് ഊരിയെടുത്തിട്ട് ഇതാണ് അതിൻ്റെ ബോർഡ്. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ ബാറ്ററി അതാണ്. ഇതാണ് ബാറ്ററി. ഇനി നമുക്ക് ഇതിൻ്റെ 2 ഹെഡ്സെറ്റിലേക്ക് വയ്ക്കുന്ന വയറും വിടിച്ച് ഊരി വിടണം. അപ്പോൾ നമുക്കതിന് അത് കളയാം. അപ്പോൾ നമ്മളത് വയറ് വിടിയിക്കുകയാണ്. സോൾഡറിങ് അയൺ വെച്ച് 2 വയറൊന്ന് ജസ്റ്റ് വിടിയിച്ചാൽ മതി. നമ്മുടെ വയർ പിടിച്ചിട്ട് നമുക്കൊന്ന് മാറ്റിക്കാം. അത് നമുക്ക് ഇനി വേണമെന്നില്ല, ഹെഡ്സെറ്റിൻ്റെ പീസ് നമുക്കിനി വേണമെന്നില്ല. നമുക്കിനി ബോർഡ് മാത്രം മതി. എടുത്തേക്കുന്ന പിന്നെന്ന് പറഞ്ഞാൽ ഇതിനൊരു ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഏതെങ്കിലും ഒരു ചാനലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ലെഫ്റ്റ് ഗ്രൗണ്ടും അല്ലെങ്കിൽ റൈറ്റ് ഗ്രൗണ്ടും, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് പിന്നെ 2 പോസിറ്റീവായിട്ട് 2 വയറല്ലേ, വെള്ളയും കറുപ്പും. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇവിടെ R+, R- എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് R+ഉം R- കൊടുത്തിട്ടുണ്ട്. അപ്പോൾ R+ൻ്റെ അവിടെ നമ്മൾ ഈ വെള്ള വയർ കൊടുക്കും, പോസിറ്റീവ്, അപ്പുറത്ത് മൈനസും കൊടുക്കും. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ജസ്റ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ മെയിൽ പോർട്ട് വരുന്നത്, മെയിൽ പിന്ന് വരുന്നത്, മെയിൽ പിന്നാണിത്. മെയിൽ ജായ്ക്കാണ് നമ്മുടെ ഹോം തിയേറ്ററിലൊക്കെ ഇരിക്കുന്ന സംഭവം. അപ്പോൾ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. R+, R- ഒക്കെ കൊടുത്ത് ഇത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചെറിയ ഓക്സിലറി കേബിൾ കൊടുക്കാൻ പോവാണ്. അതായത് ഇത് നമ്മൾ പിടിപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപർപ്പസാണിത്. ഒന്നെങ്കിൽ ചില ഹോം തിയേറ്ററിൽ ഈ ഇതിൻ്റെ ചെറിയ 3.5 mm ജായ്ക്കായിരിക്കും വരുന്നത്. ചിലത്തെ ഇത് വലിയ ജായ്ക്ക് വരും. അപ്പോൾ ഇത് മൈക്കൊക്കെ കുത്തുന്ന മൈക്കിൻ്റെയൊക്കെ പിന്നെ കൊണ്ടാണ് ഇതിരിക്കുന്നത്. വലിയ നമ്മൾ പാട്ട് പാടുന്നതൊക്കെ വലിയ മൈക്കില്ല, ആ മൈക്കിൻ്റെയൊക്കെ അറ്റത്തെ പിന്നെ കൊണ്ടാണ് ഇതിരിക്കുന്നത്. ഇത് ആംപ്ലിഫയറിലൊക്കെ കുത്തുന്ന ടൈപ്പാണ്, വലിയ ആംപ്ലിഫയറിലൊക്കെ. പണ്ടത്തെ ഹോം തിയേറ്ററിലും ഇതുണ്ട്. പണ്ടത്തെ മോഡൽ ചെറിയ ഒത്തിരി വില വരാത്ത ഹോം തിയേറ്ററിലൊക്കെ ഈ മോഡലിലെ ജായ്ക്കും വരും, ഇത് കുത്താവുന്നതും വരും. ഇപ്പോൾ വരുന്നത്തെ മൊത്തം ഇത്തരത്തെ പിന്നെ കുത്തുന്നതാണ് വരുന്നത്, ജായ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പിടിപ്പിക്കാം. ഇതും ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് മാത്രമേ രണ്ടത്തിലും വരുന്നുള്ളൂ. ലെഫ്റ്റ് അല്ലെ റൈറ്റ് ഏതെങ്കിലും ഒരു ചാനൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ലെഫ്റ്റും കൊടുത്ത് ഇവിടെ റൈറ്റും കൊടുക്കുവാണ്. അപ്പോൾ ഇതിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് നമ്മൾ. ഇവിടെ എല്ലാം തോന്നുന്നു, ഇത് ലെഫ്റ്റ് സൈഡ് ആയത് കാരണം എല്ലാണ് കാണിക്കുന്നത്. L+ഉം L-ഉം, L+ ഈ സൈഡിലെത്തതും L- അപ്പുറത്തതുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചുമല L+ലും
കറുപ്പ് L- ആക്കി സോൾഡർ ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് നമ്മൾ സോൾഡർ ചെയ്തെടുക്കാൻ പോവാണ്. രണ്ട് സൈഡിലും നമ്മൾ രണ്ട് പിന്നും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ പെട്ടിക്കകത്ത് തന്നെ തിരിച്ച് കയറ്റാം. ഇതാണ് അതിൻ്റെ മൂടി വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് തിരിച്ച് കയറ്റി വെക്കാം. വെച്ചിട്ട് ബാറ്ററി വരുന്ന ഭാഗം അവിടെ ഇറക്കി വെക്കുക. എന്നിട്ട് ചാർജിങ്ങിൻ്റെ മേളിൽ വരുന്ന രീതി. ഇതാണ് ചാർജിങ്ങിൻ്റെ പോർട്ട് വരുന്നത്. നമുക്ക് കയറ്റി വെക്കുക. ഇനി നമുക്കത് അതിൻ്റെ അടപ്പിട്ടങ്ങ് മൂടിയാൽ മതി. രണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ അടപ്പങ്ങിട്ട് നോക്കിയാൽ മതി. അടപ്പിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയുള്ള എൻ്റെ പരിപാടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് ഓക്സിലറി കേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മളിത് കുത്തേണ്ടടുത്ത് കുത്തുക. ഇത് ഓണാക്കുമ്പോൾ ഇൻഡിക്കേഷൻ വരും. ബ്ലൂടൂത്ത് ഓണായെന്ന് പറഞ്ഞ് വരും. നമുക്കിപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഊരിയിട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് പോർട്ടുണ്ട്. എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹോം തിയേറ്റർ ഇവിടെയാണ് നമ്മുടെ ഓക്സിലറി കേബിൾ കുത്തുന്നത്. വലിയ ഓക്സിലറി കേബിൾ കുത്തുന്നത് ഈ ഹോളിനകത്താണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഓക്സിലറി കേബിൾ. നമ്മളിതിവിടെ കുത്തി ജസ്റ്റ് തള്ളി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓണാക്കാൻ പോവാണ്. ഇവിടെയാണ് ഓണാക്കുന്നത്. നമ്മുടെ വെൽക്കം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹോം തിയേറ്റർ ഓണായിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ നമ്മൾ കുത്താൻ പോവാണ്. നമ്മൾ ഓണാക്കുവാണ്. ബ്ലൂടൂത്ത് ഓണായപ്പോൾ പവർ ഓൺ എന്നൊക്കെ ബ്ലൂടൂത്ത് ഓണായതിൻ്റെ ഇൻഡിക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. നീല കളർ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോണെ പെയർ ചെയ്തിപ്പോൾ ഇട്ടേക്കുവാണ്. നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. എന്താ പെയർ ആയതിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടോ. നമ്മൾ പാട്ട് പ്ലേ ചെയ്യുവാണ്. പാട്ട് പ്ലേ ചെയ്യുമ്പം നമുക്ക് കേൾക്കാം. വോളിയം കുറച്ച് വെച്ചേക്കുമായിരുന്നു. നമ്മൾ കൂട്ടുമ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ബ്ലൂടൂത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ട് മാറ്റി നോക്കാം. നമ്മുടെ ബ്ലൂടൂത്ത് വർക്കാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ. നമ്മുടെ ബ്ലൂടൂത്ത് വർക്കാകുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഓക്സിലറി കേബിൾ കുത്തുവാണെങ്കിൽ നമ്മുടെ ഹോം തിയേറ്ററിലൊക്കെ കുത്താവുന്നതാണ്. ചെറിയ മറ്റേ ഹെഡ്സെറ്റിൻ്റെ പിന്ന് വരുന്ന ഹോം തിയേറ്ററിലൊക്കെ ഇത് കുത്താം. അല്ലാതെ വലിയ ആംപ്ലിഫയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പിന്നും കുത്താം. അപ്പം നമുക്ക് മൾട്ടിപർപ്പസാണ്, പോർട്ടബിളാണ്, റീചാർജ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബ്ലൂടൂത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള ബട്ടൺ ഞെക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.